ജില്ലയുടെ സമഗ്ര വികസന ലക്ഷ്യം വെച്ച് 234.11 കോടിയുടെ വാർഷിക ബജറ്റുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തയിടമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 222.12 കോടി ചെലവും 11.99 കോടി നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയ്ക്ക് 15 കോടി, നെൽകൃഷി പ്രത്യേക പ്രോത്സാഹനത്തിന് 2 കോടി, കനാൽ തോട് നവീകരണം 4.5 കോടി, വെറ്റില കൃഷി പ്രോത്സാഹനം 1 കോടി, മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും പരിപോഷിപ്പിക്കൽ 2.5 കോടി, മത്സ്യകൃഷി അഭിവൃദ്ധിപ്പെടുത്തൽ 2.5 കോടി, ആദവനാട് പൗൾട്രി ഫാം ഉൽപാദന വർധനവിന് 1.5 കോടി. ഇങ്ങനെ പോകുന്നു വകയിരുത്തലുകൾ. കാറ്റഗറി എ 25-26 സാമ്പത്തിക വർഷത്തേക്ക് സംസ്ഥാന സർക്കാർ നിയമസഭ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ LSTD ബജറ്റ് ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടായി വകയിരുത്തിയിട്ടുള്ള തുകയാണ്. കാറ്റഗറി എ ഫണ്ട് ഇത് പ്രകാരം ജനറൽ വിഭാഗത്തിന് 63,57,11,000 രൂപയും, പ്രത്യേക ഘടക പദ്ധതി പട്ടികജാതി വിഭാഗത്തിന് 24,89,80,000 രൂപയും, പട്ടികവർഗ ഉപ പദ്ധതി ഇനത്തിൽ 1,89,32,000 രൂപയും ആണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് 2025-26 വർഷത്തെ ലഭ്യമാകുന്ന ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ബേസിക് 90,03,74,000 രൂപയും, ട്രേഡ് ഫണ്ട് ഗ്രാന്റിന്റെ ഇനത്തിൽ 13,55,61,000 രൂപയും. അധ്യക്ഷ MK റഫീഖ, സ്ഥിരസമിതി അധ്യക്ഷരായ NA കരീം, സെറീന ഹസീബ്, നസീബ ഹസീസ്, പ്രതിപക്ഷ നേതാവ് PP മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.